വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ ഞാൻ ഓൾറെഡി LDC റാങ്ക് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഫോളോ ചെയ്ത ടൈം ടേബിൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് ഡൗട്ട്സൊക്കെ കമൻസിൽ കണ്ടു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ടൈം PSCക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പരമാവധി സമയം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഞാൻ പൊതുവേ രാവിലെ എണീക്കുന്ന പ്രകൃതക്കാരിയല്ല. രാവിലെ ഞാൻ PSCക്ക് വേണ്ടിയിട്ട് 4 മണിക്ക് 5 മണിക്കൊക്കെ എണീക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് പഠിച്ചിരുന്ന ടോപ്പിക്കുകളൊക്കെ വീണ്ടും എനിക്ക് പകൽ സമയത്ത് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് സെറ്റാവാത്തത് കൊണ്ടാണ് ഞാൻ വൈകി എണീക്കുന്നത്. പകരം ഞാൻ കൂടുതൽ രാത്രി നേരമാണ് പഠിക്കാൻ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും രീതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിളിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇത് എൻ്റെ മാത്രമാണ്. അപ്പോൾ ഇതിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മാറ്റം വരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് എഴുതി വെച്ചത് ഈ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല 7 to 1 6 ഹവറാണ്. അപ്പോൾ ഞാൻ ഒരു 7 മണിക്കാണ് തുടങ്ങുന്നത് പഠനം. ഓക്കെ, അപ്പോൾ പഠനം തുടങ്ങുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ ഇരിക്കുകയല്ല, അങ്ങനെയല്ല. നമ്മളൊരു ബ്രേക്ക് എടുക്കണം. നമ്മൾ ഒരു മുഷിഞ്ഞിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ ബുക്ക് എടുത്തുകൊണ്ട് മാത്രം കാര്യമല്ല, അത് എഫക്റ്റീവായിട്ട് ആ ടൈം യൂസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 7 to 9 മണി വരെ പഠിക്കും. അതിനുശേഷം ഫുഡ് കഴിക്കും, പിന്നെ വീണ്ടും പഠിക്കാനിരിക്കും. അതിനിടയിൽ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, അങ്ങനെ മറ്റു കാര്യങ്ങളിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇൻവോൾവ് ആയിട്ട് മൈൻഡ് ഫ്രീ ആയതിനു ശേഷം വീണ്ടും പഠിക്കാൻ വരിക. അങ്ങനെ കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂറല്ല. നമുക്ക് എപ്പോഴാണോ ഒന്ന് മുഷിപ്പ് തോന്നുന്നത് അപ്പോൾ ഒന്ന് മാറി വരിക എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഫ്രീ ടൈം ഉപയോഗിക്കരുത്. പരമാവധി ആ സമയം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം 2 to 4 എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനൊരു എക്സാം ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കുക. 2 to 3:15 വരെ എക്സാം ചെയ്തിട്ട് പിന്നെ അതിൽ കിട്ടാത്ത ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് 4 മണി വരെ ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ശേഷമാണ് 4 to 6 വീണ്ടും മറ്റൊരു വിഷയം പഠിക്കുകയാണ്. അപ്പോൾ പിന്നീട് നമുക്കൊരു വൈകുന്നേരം ഒരു 6 to അല്ലെങ്കിൽ 6:30 to 9:15 വരെ നമുക്ക് ക്ലാസ് ആയിരുന്നു, ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചൊരു 10 to 1 മണി വരെ. അത് എൻ്റെ മാത്രം ഒരു റിവിഷൻ ടൈമാണ്. ആ റിവിഷൻ പരമാവധി ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ നല്ലപോലെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയം ഉപയോഗിച്ചിരുന്നത്. ഇതിൽ തന്നെ ഡെയിലി പഠിക്കേണ്ട വിഷയങ്ങൾ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. അതായത് ഞാനൊരു വീക്ക്ലി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യും. ഈ ആഴ്ച കൊണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യണമെന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ഓരോ ദിവസം പഠിക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങൾ ഒരു ദിവസം ഫുള്ള് GK ആയിരിക്കും. ചില സമയത്ത് ഉച്ചവരെ GK പഠിച്ചിട്ട് ബാക്കിയുള്ള സമയം കറണ്ട് അഫയേഴ്സ് പഠിക്കും, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷോ മലയാളമോ പഠിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. മൊത്തത്തിൽ 15 മണിക്കൂറാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂർ ഞാൻ വേരി ചെയ്യും. ആ ക്ലാസ്സൊക്കെ ചില സമയത്ത് 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. മൊത്തം ഒരു 15 മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ മാത്രം സമയക്രമീകരണമാണ്. ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഒന്നും ഇത്ര സമയം കിട്ടില്ല, ഒരു 6 മണിക്കൂറേ കിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് പലതവണ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിനാണ് ഇത്രയും സമയം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് 2 തവണ വായിക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ കിട്ടുന്നവരാണെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഒരുപാട് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് ഞാൻ അന്ന് എഴുതി വെച്ച ഒരു നോട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓരോ വിഷയത്തിൻ്റെയും മാർക്ക്, അത് എത്ര പേജസ് ഉണ്ടായിരുന്നു, അത് എത്ര തവണ റിവൈസ് ചെയ്തു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ റാങ്ക് ഫയലിലെ പേജുകളാണ് എഴുതിയത്. അന്നൊന്നും സുപ്രധാന നിയമങ്ങളൊന്നും അത്ര പേജുകളില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന യൂട്യൂബിലെയും മറ്റ് സോഴ്സസാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. 8 പേജസ് മാത്രം പഠിച്ചിരിക്കുകയല്ല, നമ്മൾ മറ്റ് സോഴ്സസിൽ നിന്ന് റെഫർ ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റാങ്ക് ഫയലിനെ മാത്രം റെഫർ ചെയ്യുന്ന ഞാൻ എഴുതി വെച്ചതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് കാണാം, ചരിത്രം ഭൂമിശാസ്ത്രമൊക്കെ ഒരുപാട് പേജസ് ഉണ്ടെങ്കിലും 5 മാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ മാത്രം പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ ഈ യൂട്യൂബ് വീഡിയോസിൽ നിന്നും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായതിനനുസരിച്ചിട്ടാണ് അങ്ങനെ പഠിക്കുക.
അതേപോലെ ഡെയിലി എന്തൊക്കെ പഠിക്കണം എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കണം, അതൊക്കെ ഡെയിലി റിവിഷൻ വേണം. അതൊക്കെ പേഴ്സണലി എനിക്ക് ആവശ്യമുള്ളതാണ്. കറണ്ട് അഫയേഴ്സൊക്കെ ഡെയിലി നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. അപ്പം നമ്മുടെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ ഏതാണോ അതിന് കൂടുതൽ ടൈം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിന് ശേഷം ഒരുപാട് റിവൈസ് ചെയ്യുക. റിവിഷൻ എന്നതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് തവണ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും എനിക്ക് ആവശ്യം വരാറില്ല. പക്ഷേ അത് നമുക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് തവണ റിവൈസ് ചെയ്താലേ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം കേട്ടോ. ഞാൻ അത് എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. PSCക്ക് പഠിക്കുക എന്നല്ലാതെ മറ്റ് എളുപ്പമാർഗ്ഗങ്ങളില്ല എന്നത് അക്സെപ്റ്റ് ചെയ്തിട്ട് പഠിച്ചോളുക. താങ്ക് യു.